തുടങ്ങാം. ഹായ് മക്കളെ, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്നുള്ളത്. ഇതോടെ നമ്മുടെ +1 ചാപ്റ്റേഴ്സ് ഒക്കെ അവസാനിക്കുകയാണ് അല്ലെ? അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ന്യൂറൽ കൺട്രോൾ അല്ലെ, ന്യൂറൽ സിസ്റ്റം, അതിന്റെ കൺട്രോളിംഗ് ഒക്കെയാണ്. അതായത് നമ്മുടെ ബോഡിന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? യെസ്, നമ്മുടെ ബ്രെയിൻ, സ്പൈനൽ കോഡ്, അതുപോലെ തന്നെ കുറച്ച് മെസ്സഞ്ചേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ അങ്ങനെ മെസ്സഞ്ചേഴ്സ് വരുന്നതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ന്യൂറൽ സിസ്റ്റവും അതുപോലെ എൻഡോക്രൈൻ സിസ്റ്റവും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട്, അതായത് നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ്, ആ സ്റ്റിമുലസിനെ നമ്മൾ അപ്പൊ തന്നെ അറിയണം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അറിഞ്ഞാൽ പോരാ അല്ലെ? ആ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ തന്നെ നമ്മൾ അറിയിക്കുന്നതാണ് നമ്മുടെ ന്യൂറൽ സിസ്റ്റം. അത് ന്യൂറോൺസ് വഴിയാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തുന്നത് അല്ലെ? അപ്പൊ ആ ഒരു മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെങ്കിൽ ഈ ചാപ്റ്റർ ഫുൾ ആയിട്ട് നമ്മൾ എന്താ നോക്കുന്നത്? യെസ്, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? കുറേ അധികം ഗ്ലാൻസ് ആണ്. ന്യൂറൽ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാ സിസ്റ്റംസും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, നമ്മുടെ ഓർഗൻ സിസ്റ്റംസ് എടുത്ത് നോക്കുമ്പോൾ ഓരോന്നും ഓരോ സ്ഥലത്തായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളുമായിട്ടാണ് ചെതറി കിടക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടുള്ള ഗ്ലാൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നാണ്. ഈ ഒരു ഹോർമോൺസിന്റെ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാണ്? യെസ്, ഇന്റർ സെല്ലുലാർ ഫംഗ്ഷനിങ് അല്ലല്ലേ? അതായത് സെൽസിന്റെ ഇടയിൽ തമ്മിലുള്ള ആ ഒരു മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ് നമ്മുടെ ആ ഒരു ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഗ്ലാൻസ് എന്ന് നോക്കാം. അതുപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഡക്ട്ലെസ് ഗ്ലാൻസ്, അതായത് ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സോക്രൈൻ ഗ്ലാൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. അതെന്താണ്? ഡക്റ്റുകൾ ഉള്ള ഗ്ലാൻസ് ആണ്, അതായത് സ്റ്റോർ ചെയ്യാൻ ഒരു സഞ്ചി പോലെ, ഡക്റ്റ് പോലെ ഒരു സംഭവം ഉള്ള ഗ്ലാൻസും കൂടെ നമുക്കുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്, അതായത് ഡക്ട്ലെസ് ഗ്ലാൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഇത്രയും അധികം ഗ്ലാൻസ് ആണുള്ളത്. നോക്കിക്കോ, നമ്മൾ മെയിലിനും ഫീമെയിലും എടുക്കുവാണെങ്കിൽ മിക്കവാറും ഗ്ലാൻസ് ഒക്കെ ഒരുപോലെയാണ്, ഗൊണാഡ്സ് ഒഴികെ. അതായത് നമ്മുടെ മെയിലാണെങ്കിൽ എന്താണ്? ടെസ്റ്റിസ് ആണ് അവിടെ വരുന്നത്, ആൻഡ് ഫീമെയിലാണെങ്കിൽ വരുന്നത് ഓവറി ആണ്. ബാക്കിയെല്ലാം എന്താണ്? ഓൾമോസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ നോക്കുമ്പോൾ സെയിം ആണ് കേട്ടോ. ഇത് കൂടാതെ തന്നെ നമ്മുടെ ബോഡിയിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, ലിവർ, കിഡ്നി, ഹാർട്ട്, ഇതൊക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മക്കളെ? നമ്മുടെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്ലാൻസ് കൂടാതെ തന്നെ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റു ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ ലിവർ, കിഡ്നി, ഹാർട്ട് ഒക്കെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഹെഡ് റീജിയനിൽ വരുന്നതാണ് നമ്മുടെ ഹൈപ്പോതലാമസ് അല്ലെ? നമ്മൾ ബ്രെയിൻ പഠിച്ചു ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർ ബ്രെയിനിൽ വരുന്ന ഒരു പാർട്ടാണ്. അപ്പൊ ആ ഫോർ ബ്രെയിനിൽ വരുന്നതിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണാൻ പറ്റുന്നത്. ആൻഡ് ആ ഒരു നെക്കലിൽ ആ ഒരു റീജിയനിൽ തന്നെയാണ് പീനിയൽ ഗ്ലാൻഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡും കാണാൻ പറ്റും. അതുപോലെ തന്നെ പാരാതൈറോയിഡും തൈമസ്, ഈ ഗ്ലാൻഡ്സ് ഒക്കെ നമുക്ക് താഴേക്ക് നമുക്ക് എല്ലാം കാണാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ഹൈപ്പോതലാമസ് നോക്കാം. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആണ്. ആൻഡ് നമുക്കറിയാം ഒരു എന്താ പറയാ, നമുക്ക് ഒരുപാട് അല്ലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഹൈപ്പോതലാമസ്. അപ്പൊ 2 ടൈപ്പ് ഹോർമോൺസ് ആണ് നമ്മുടെ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് 2 ടൈപ്പ് എന്ന് വെച്ചാൽ? റിലീസിങ് ഹോർമോൺസും അതുപോലെ തന്നെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസുമാണ്. അപ്പൊ റിലീസിങ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ പല ഭാഗങ്ങളും പല ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. ആ ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസിനെയാണ് ഇവര് റിലീസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതായത് റിലീസിങ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഹോർമോണിനെ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഈ റിലീസിങ് ഹോർമോൺ. നമുക്ക് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ, അതായത് നമ്മുടെ ഗൊണാഡോട്രോഫിൻസ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് അറിയാമല്ലോ.
ആ ആൻഡ്രോജൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അതിനെയൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ GnRH പ്രവർത്തിക്കുന്നത്. ആൻഡ് നമുക്ക് വേറെയും ഹോർമോൺസ് അല്ലേ റിലീസിങ് ഹോർമോൺസ് പറഞ്ഞാല് നമ്മുടെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. ഇനി ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഉണ്ട്, അതായത് വേറൊരു ഹോർമോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഒരു ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ. നമുക്കറിയാം സൊമാറ്റോട്രോഫിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ്. പക്ഷെ ഇവിടെ നോക്കിയോ, സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്കൊരു സെർട്ടൈൻ ഗ്രോത്ത് എത്തിക്കഴിയുമ്പോൾ അത് നമുക്ക് അവിടെ വെച്ചിട്ട് ഇൻഹിബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് വളർന്നു പോകത്തില്ലേ. അപ്പൊ ആ ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് ഒരു ഗ്രോത്തിന്റെ ആവശ്യമേ നമുക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതൊരു ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. ഇതെല്ലാം റിലീസ് ചെയ്യുന്നത് ആരാണ്? യെസ്, നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ഗ്ലാൻഡിലോട്ട് വരുവാണ്, വിച്ച് ഇസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൈപ്പോതലാമസിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെ നമുക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്താണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഒന്ന് ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന രണ്ട് റീജിയൻസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് റീജിയൻസ് എന്ന് പറയുമ്പോൾ ഇവര് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ആന്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെല്ല ടേഴ്സിക്ക എന്ന് പറയുന്ന ഒരു ക്യാവിറ്റിയിലാണുള്ളത്. അതിനെ തന്നെ നമ്മൾ അനാട്ടമിക്കലി ആന്റീരിയർ അഡിനോ ഹൈപ്പോഫൈസസ് എന്നും ന്യൂറോ ഹൈപ്പോഫൈസസ് എന്നുമാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ പോസ്റ്റീരിയറും ആന്റീരിയറും ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ അനാട്ടമിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഡിനോ ഹൈപ്പോഫൈസസ് എന്നും ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നു. ഇതിനകത്ത് അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ പാർസ് ഡിസ്റ്റാലിസ് ആൻഡ് പാർസ് ഇന്റർമീഡിയ. ഇതിനെ വീണ്ടും അഡിനോ ആന്റീരിയർ ഭാഗത്ത് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തു, പാർസ് ഡിസ്റ്റാലിസ് ആൻഡ് പാർസ് ഇന്റർമീഡിയ എന്ന് പറഞ്ഞിട്ട്. അതിൽ പാർസ് ഡിസ്റ്റാലിസ്, അതായത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ തന്നെ വരുന്ന പാർസ് ഡിസ്റ്റാലിസ് ആണ് എന്ത് റിലീസ് ചെയ്യുന്നതെന്ന് നോക്കിയോളൂ. ഇത്രയും ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് നോക്കി എന്തൊക്കെയാണ്? ഗ്രോത്ത് ഹോർമോൺ, പ്രോലാക്റ്റിൻ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി ഈ ഓരോ ഹോർമോണും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് പാരാ ഇന്റർമീഡിയറ്റ് രണ്ടാമത്തെ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ പാർസ് ഡിസ്റ്റാലിസ് പോലെ ഇന്റർമീഡിയറ്റ് പിറ്റ്യൂട്ടറിയിൽ വരുന്നതാണ്. അതിനാണ് നമ്മുടെ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ MSH എന്ന് പറയുന്ന ആ ഒരു ഹോർമോണിനെ റിലീസ് ചെയ്യുന്ന ഭാഗമാണ് ഈ ഒരു പാരാ ഇന്റർമീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് നമ്മുടെ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത്. നമ്മുടെ പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയില്ലേ, അതാണ് ഈ ഭാഗം. അത് ഗ്രോത്ത് ഹോർമോണിനെയാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ എല്ലാം അബ്നോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല ഇഷ്യൂസ് നമ്മുടെ ബോഡിയിൽ വരും. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തൊക്കെയാണ് അബ്നോർമാലിറ്റീസ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു, എവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു, അതിന്റെ അബ്നോർമാലിറ്റീസ്, ഇത് 3 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഡ്വാർഫിസം നമുക്കറിയാലേ. നമ്മുടെ ഡ്വാർഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ആളായിട്ടിരിക്കുക. നമ്മുടെ അത്ഭുത ദൈവ സിനിമയിലൊക്കെ പോലെ അല്ലെ, ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? യെസ്, അവരുടെ ഒരു ചെറിയ സ്റ്റേജിൽ, അവരൊരു ജുവനൈൽ സ്റ്റേജിൽ തന്നെ അവരുടെ ഗ്രോത്ത് ഹോർമോൺസ് കുറവായതുകൊണ്ടാണ്, ഗ്രോത്ത് ഹോർമോൺസ് അധികം പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഡ്വാർഫിസം എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വരുന്നത്. ഇനി അടുത്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്നാണ്? നമ്മുടെ ജൈജാൻഡിസം എന്ന് പറയുന്നതാണ്. അപ്പൊ ജൈജാൻഡിസം എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യനാവുക, അതായത് ഗ്രോത്ത് ഹോർമോൺസിന്റെ അളവ് വളരെയധികം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? നമ്മുടെ ഒരു നോർമൽ കണ്ടീഷനേക്കാളും ഒരുപാട് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അതാണ് നമ്മുടെ ജൈജാൻഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. ഈ അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ അഡൽട്ട് സ്റ്റേജിൽ വരുമ്പോൾ ഉള്ള ഒരു കണ്ടീഷനാണ്. അതായത് അഡൽട്ട് സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അധികം ഗ്രോത്ത് ഹോർമോൺസിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഗ്രോ ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു സർട്ടൻ സ്റ്റേജ് വരെ നമ്മൾ ഗ്രോത്ത് ചെയ്ത് കഴിഞ്ഞു. ആനിമൽസിനെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ പ്ലാന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ആനിമൽസിന് എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് ഗ്രോത്ത് ആണ്. പക്ഷെ പ്ലാന്റ്സിനാണെങ്കിൽ ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് ആണ് അല്ലെ, അങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഗ്രോത്ത് ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലിംസ് ഒക്കെ, അതായത് കൈയും കാലും ഈ താടിയെല്ലാം ഒക്കെ ഇങ്ങനെ നീണ്ടു വരാൻ തുടങ്ങും. അപ്പൊ ഒരു വൃത്തികെട്ട രീതിയിലേക്ക്, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു
ഫോമുലേറ്റ് ആവും നമ്മുടെ ഫേസും നമ്മുടെ ബോഡിയും ഒക്കെ. ലൈക്ക് ഒരു ഗൊറില്ല അപ്പിയറൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതാണ് ഈ അക്രോമെഗാലി. അപ്പൊ ഈ അക്രോമെഗാലി എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മുടെ അഡൽട്ട് ആയി കഴിഞ്ഞിട്ടാണ്. അതേസമയം അത് നമ്മുടെ ചിൽഡ്രൻ അല്ലെങ്കിൽ ചൈൽഡ് ജുവനൈൽ സ്റ്റേജിലാണ് വരുന്നതെങ്കിൽ അതിന് എന്ത് വിളിക്കും നമ്മള്? ജൈജാൻറ്റിസം, അതായത് ഓവറോൾ ഗ്രോത്ത് ആയിട്ടാണ് അത് മാറുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH എന്ന് പറയുന്ന ഒരു സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്തൊക്കെയാണ് റിലീസ് ചെയ്യുന്നത്? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻസിനെയാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഉണ്ട്, ACTH എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ടല്ലോ. സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈസ്ട്രജൻ, കോർട്ടിസോൾ എന്നൊക്കെ പറയുന്ന ഹോർമോൺസിനെല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്, മിനറലോ കോർട്ടിക്കോയിഡ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അതിനെല്ലാമാണ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹോർമോൺസ് അതെവിടെയാണ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ഈസ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മാമൽസിലെല്ലാം മാമറി ഗ്ലാൻസ് ഉണ്ടാവും, എസ്പെഷ്യലി ഹ്യൂമൻസിലെല്ലാം ഉണ്ടാവില്ല, ഫീമെയിൽസിന്. അപ്പൊ അതൊരു ചൈൽഡ് ബർത്തിന്റെ സമയത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ നമുക്ക് അവരെ ഫീഡ് ചെയ്യണമല്ലോ. അപ്പൊ അതിനെന്ത് വേണം? പാല് വേണം. ആ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ മിൽക്കിന്റെ ആ ഒരു പ്രൊഡക്ഷൻ ആണ് ആര് ചെയ്യുന്നത്? നമ്മുടെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള ഹോർമോൺ ആണ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ FSH. നമ്മൾ ആ മെൻസ്ട്രൽ സൈക്കിളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ മെയിലുള്ള ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഫീമെയിൽസിന് മാത്രമല്ല മെയിൽസിലും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് സ്പെമാറ്റോജെനസിസ് ആണ് അവർ ചെയ്യുന്നത്. സ്പെമാറ്റോജെനസിസ് ആണ് മെയിലില് ചെയ്യുന്നത്. ആൻഡ് ഫീമെയിൽസിൽ നമുക്കറിയാം എന്താണ്? ഓവേറിയൻ ഫോളിക്കുല അല്ലെങ്കിൽ മെച്ചുർ ചെയ്യാൻ വേണ്ടിയിട്ട്, എഗ്സ് മെച്ചുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോർമോൺ ഉള്ളത്, FSH എന്ന് പറയുന്ന ഹോർമോൺ. ഇനി അടുത്തതായിട്ടുള്ള ഹോർമോൺ ആണ് LH എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കാണുന്ന ഹോർമോൺ ആണ് LH അല്ലെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറയുന്നത്. അതിന് മെയിലിൽ എന്താണ് ഫംഗ്ഷൻ നോക്കാം. അതെന്താ ചെയ്യുന്നത്? സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്. നമ്മൾക്കറിയാം നമ്മുടെ മെയിലിൽ കാണപ്പെടുന്ന ഹോർമോൺ ആണ് ആൻഡ്രോജൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ ആ ആൻഡ്രോജൻസിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ സെക്രീഷൻ ആണ് ആര് ചെയ്യുന്ന മക്കളെ? LH എന്ന് പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ ലൂട്ടിനൈസിങ് എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്നത്. ഇനി അത് ഫീമെയിൽസിൽ എന്താ ചെയ്യുന്നത് നോക്കിക്കോ. ഫീമെയിൽസിൽ അവർ ഓവുലേഷൻ ഓഫ് ഫുള്ളി മെച്ചുർ ഫോളിക്കിൾ, അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾ അറിയാം നമുക്ക്, മെച്ചുർ ആയി ഓരോ ഫോളിക്കുലർ സ്റ്റേജ് നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെ മെച്ചുർ ആയിട്ട് വരുന്ന ഗ്രാഫിയൻ ഫോളിക്കിൾ വരെ അതിനകത്ത് ഒരു കോർപ്പസ് ലുട്ടിയം എന്ന് പറയുന്ന ലെയർ ഉണ്ടാവുമല്ലോ. അതിന്റെ മെയിൻ്റെനൻസ് ആണ് ആ ഒരു എന്ത് ചെയ്യുന്നത്? നമ്മുടെ LH ചെയ്യുന്നത്. ആൻഡ് ഇത് രണ്ടും ഗൊണാഡൽ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട്, അതായത് FSHനും LHനും ഗൊണാഡൽ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് അതിനെ മൊത്തത്തിൽ എന്ത് വിളിക്കും? ഗൊണാഡോട്രോഫിൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഭാഗമാണ് പാർട്സ് ഇന്റർമീഡിയ എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഇന്റർമീഡിയറ്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ MSH അല്ലെങ്കിൽ മെലാനോസൈറ്റിനെയാണ്. നമുക്കറിയാം മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞാല് മെലാനിൻ കണ്ടെയ്നിങ് സെൽസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഈ പിഗ്മെന്റിനൊക്കെ കാരണം ആരാണ്? യെസ്, മെലാനിൻ. അതായത് നമ്മുടെ കണ്ണിന്റെ ഐസിന്റെ കളറ്, അതുപോലെ തന്നെ സ്കിന്നിന്റെ കളറ്, ഇതിനെല്ലാം കാരണം മെലാനിൻ ആണ്. അപ്പൊ ഈ മെലാനിൻ കണ്ടെയ്നിങ് സെൽസ് ആണ് എന്ന് പറയുന്നത് ഈ മെലാനോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മെലാനോസൈറ്റുകളെ ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ ഈ ഒരു പാർട്സ് ഇന്റർമീഡിയ ആണ് കേട്ടോ. അതിനകത്ത് വരുന്ന MSH എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഇത്രയും നേരം നമ്മൾ അഡിനോ ഹൈപ്പോഫൈസിസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ന്യൂറോ ഹൈപ്പോഫൈസിസിലായിട്ട് നമ്മൾ വന്നു. അപ്പൊ അവിടെ വരുന്ന രണ്ട് ഹോർമോൺസ് ആണ് മക്കളെ. എന്താണ്? നമ്മുടെ ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അതിനെ തന്നെ നമ്മൾ എന്തും കൂടെ വിളിക്കും മക്കളെ? യെസ്, വാസോപ്രസിൻ എന്നും വിളിക്കും. വാസോപ്രസിൻ. ഓക്കെ, വാസോപ്രസിൻ എന്നും പറഞ്ഞും വിളിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ വാസോപ്രസിൻ എന്ന് പറഞ്ഞിട്ടും അതിന് പേരുണ്ട്. ആന്റി ഡയൂററ്റിക് ഹോർമോൺ ADH എന്നും അതിന് പേരുണ്ട്. അത് കൂടാതെ തന്നെ എന്തും കൂടെ ഉണ്ട്? യെസ്, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺസിനെ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യുന്ന ആരാണ്? യെസ്, നമ്മുടെ അഡിനോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് കൂടുതൽ ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. യെസ്, വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയററ്റിക് ഹോർമോൺ എന്താണ് ചെയ്യുന്നത്? ഡൈയൂറസിസിനെ തടയുന്നു. അതായത് നമ്മുടെ യൂറിൻ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആക്കാനാണ് ഈ ഒരു ആന്റി ഡയററ്റിക് ഹോർമോൺ. ഇതൊരു വാസോ കൺസ്ട്രിക്ടർ ആണ്. അതായത് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ആളാണ് ആന്റി ഡയററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഓക്കെ,
അതുകൊണ്ട് തന്നെ ഇവരെ എന്താ വിളിക്കുക, വാസോ കൺസ്ട്രിക്ടർ എന്നും വിളിക്കുന്നുണ്ട്. ഇനി അവരുടെ അബ്നോർമാലിറ്റി, അവരുടെ ആബ്സെൻസോ അല്ലെങ്കിൽ അവരുടെ കൂടുതലോ കൊണ്ടുള്ള അബ്നോർമാലിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും വരുന്ന അബ്നോർമാലിറ്റിയാണ് നമ്മുടെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് ഒരിക്കലും മറ്റേ ഡയബറ്റിസ് മെലിറ്റസുമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്, അത് രണ്ടും മാറി മാറി പോകരുത്. ഈ വാസോപ്രസിൻ അല്ലെങ്കിൽ ADH കുറയുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ നമ്മുടെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് വരുന്നത്. അതേസമയം ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ, നമ്മുടെ ലൈഫ് സൈക്കിൾ കൊണ്ട്, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാവുന്ന ഡിസീസ് ആണ് എന്ന് പറയാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു ADH കുറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, ഡൈയൂറസിസ് ഉണ്ടാവും. അതായത് യൂറിനിലൂടെ എക്സസ് ആയിട്ടുള്ള എന്ത് പോകും, നമ്മുടെ വാട്ടർ ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ കിഡ്നീന്റെ ഫംഗ്ഷനിങ് ഒന്നും കറക്റ്റ് ആയിട്ട് നടക്കില്ല. നമ്മുടെ ബോഡിയിൽ വളരെയധികം ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതല്ലേ, വാട്ടർ കുറെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ ഈ യൂറിനിലൂടെ എന്ത് സംഭവിക്കും, നമ്മുടെ ഗ്ലൂക്കോസ് എല്ലാം പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. ആ കണ്ടീഷനെയാണ് നമ്മുടെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുമ്പോൾ അവിടെ ADH ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഹോർമോൺ ആണ് നമുക്കറിയാം ഓക്സിറ്റോസിൻ. അപ്പൊ ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇജക്ഷൻ ഹോർമോൺ ആണെന്ന് ഓർത്ത് വെക്കുക. അതായത് നമുക്കറിയാം പ്രൊലാക്റ്റിൻ ആണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പുറത്തേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന, ഇജക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ചുമ്മാ അവിടെ പാലുണ്ടായിരുന്നാൽ പോരല്ല, അത് പുറത്തോട്ട് വരണ്ടേ. അപ്പൊ അതിനാണ് നമ്മുടെ ഓക്സിറ്റോസിൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചൈൽഡ് ബർത്തിന്റെ സമയത്ത് കുട്ടി വയറ്റിൽ കിടക്കുമ്പോൾ കുട്ടിയെ പുറത്തേക്ക് നമ്മുടെ ഓവറി അല്ല നമ്മുടെ യൂട്രസിന്റെ വോളൊന്ന് കൺസ്ട്രക്ട് ചെയ്തിട്ട് പുറത്തോട്ട് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണും ആരാണ്, ഓക്സിറ്റോസിൻ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഇജക്ഷൻ പ്രൊസീജിയർ ആണ് ആര് ചെയ്യുന്നത്, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മറ്റ് ഹോർമോൺസിനെ അപേക്ഷിച്ച്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ആണ്. അപ്പൊ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഗ്ലാൻഡ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണ്, ഈ ഒരു ഗ്ലാൻഡ് ആണ് നമ്മുടെ യുവത്വം നിലനിർത്തുന്ന ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഹോർമോൺ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഏതാണ് ആ ഹോർമോണിന്റെ പേര്, മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് പീനിയൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് വേക്കപ്പ് സൈക്കിൾ ഉണ്ടല്ലോ, അതായത് 24 hours റിതം അല്ലെങ്കിൽ സിർകാഡിയൻ റിതം ഒക്കെ പറയുന്നത്, അത് റെഗുലേറ്റ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ പീനിയൽ ഗ്ലാൻഡ് ആണ് അതിൽ വരുന്നത്. സോറി, ഞാൻ യുവത്വം നിലനിർത്തുന്നത് പറഞ്ഞത് അത് തൈമസ് ഗ്ലാൻഡ് ആണ് കേട്ടോ, ഒന്ന് മാറിപ്പോയതാണ്. അപ്പോ നമ്മുടെ ഈ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രി നമ്മൾ ഉറങ്ങുന്നു, ആ ഒരു പ്രൊസീജിയർ അല്ലേ, നമ്മൾ എന്തൊക്കെ റുട്ടീൻ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതിനെയാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ പീനിയൽ ഗ്ലാൻഡ് എവിടെയായിട്ടായിരിക്കുന്നത്, നമ്മുടെ തലച്ചോറിന്റെ ഒക്കെ താഴെയായിട്ട് തന്നെയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം എന്താണ്, നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷനിങ് ഒക്കെ നോക്കുന്നത് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. അപ്പൊ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൽ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഹോർമോൺസ് ആണ് വരുന്നത്. അതിന്റെ പേരാണ് മക്കളെ T4, T3, TCT. അപ്പൊ എങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ ടെട്രാ ഐഡോ തൈറോണിൻ, ട്രൈ ഐഡോ തൈറോണിൻ, പിന്നെന്താണ് തൈറോ കാൽസിറ്റോണിൻ, ഇങ്ങനെ 3 ഹോർമോൺസ് ആണ് അവിടെ വരുന്നത്. അങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പൊ ഈ 3 ഹോർമോൺസിന് നമുക്കറിയാം, നേരത്തെ നമ്മൾ TSH പറഞ്ഞു അല്ലെ. അപ്പൊ TSH എന്ന് പറഞ്ഞാൽ എന്താ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അതായത് ഈ 3 ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഈ 3 ഹോർമോൺസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. തൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ 2 ലോബ്സ് ആയിട്ട് നമ്മുടെ ട്രക്കിയയുടെ അപ്പുറയും ഇപ്പുറയുമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്, ആരാണ്, നമ്മുടെ ഈ T3 and T4, അതായത് ട്രൈ ഐഡോ തൈറോണിൻ, ടെട്രാ ഐഡോ തൈറോണിൻ ആണ് ചെയ്യുന്നത്. ആൻഡ് ഇതെല്ലാം നമ്മുടെ പ്രോട്ടീന്റെ കാർബോഹൈഡ്രേറ്റിന്റെ എല്ലാം മെറ്റബോളിസം ചെയ്യുന്നത്, വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഒക്കെ ചെയ്യുന്ന ആരാണ്, അതൊക്കെ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ് ആണ്. ഇനി TCT എന്ന് പറയുന്ന ഹോർമോൺ, അതായത് തൈറോ കാൽസിറ്റോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാൽസ്യവുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ലോ സെക്രീഷൻ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും, ഈ തൈറോയ്ഡ് ഹോർമോൺസ് ലോ സെക്രീറ്റ് ചെയ്താൽ അതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈപ്പർ സെക്രീഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും. അത് രണ്ടും വളരെ അപകടം പിടിച്ച കണ്ടീഷൻസ് തന്നെയാണ്. ഇനി ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ
നമ്മുടെ അയഡിനിലെ ഈ ഒരു തൈറോയ്ഡ് ഹോർമോൺ ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അയഡിൻ വേണം. അപ്പൊ അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്നതാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്തൊക്കെ വരുത്തും എന്നറിയാമോ? നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം വന്നിട്ടുണ്ടെങ്കിൽ, ഇത് അക്യൂട്ട് കണ്ടീഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ക്രെട്ടനിസം വരും, ഗോയിറ്റർ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫെയിലിയർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം വഴി വരുന്നത്. എന്തൊക്കെയാണ്? ക്രെട്ടനിസം, ഗോയിറ്റർ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രെട്ടനിസം ചിൽഡ്രനിൽ വരുന്നത് എങ്ങനെയാണ്? അവർക്ക് വളരെ ലോ ഐക്യു അല്ലെങ്കിൽ വളരെ അബ്നോർമൽ ആയിട്ടുള്ള സ്കിൻ, മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് ക്രെട്ടനിസം എന്ന് പറയുന്നത്. ഗോയിറ്റർ തന്നെ സിമ്പിൾ ഗോയിറ്റർ ഉണ്ട്, അതായത് നമ്മുടെ ആ ഒരു ഗ്ലാൻഡ് ഉണ്ടല്ലോ, തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നതാണ് സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇനി അതിന് തന്നെ അക്യൂട്ട് സ്റ്റേജും ഉണ്ട് ഗോയിറ്ററിന്റെ. ഇനി റീപ്രൊഡക്റ്റീവ് ഫെയിലിയർ, നമുക്കറിയാം ആ ഒരു റീപ്രൊഡക്റ്റീവ് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളൊക്കെ ഈ ഒരു ഫെയിലിയർ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ T3 T4 ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ക്യാൻസർ ഡെവലപ്പ് ചെയ്യാൻ ഈ ഹൈപ്പർ തൈറോയിഡിസം കാരണമാകും. ആൻഡ് ഹൈ ലെവൽ സെക്രീഷൻ കാരണം നമുക്ക് വളരെയധികം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതായത് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻ, ഗ്രേസ് ഡിസീസ് എന്നാണ് പറയുന്നത്. അതായത് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ഇവിടെ നമ്മുടെ ശവക്കോട്ടയിൽ പോയി കിടന്നാൽ മതി എന്നാണ് ഈ ഡിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൾജ് ചെയ്യുന്നു, ഐവോൾസ് ഒക്കെ ബൾജ് ചെയ്ത് പുറത്തു വരുന്നു, മെറ്റബോളിക് റേറ്റ് വല്ലാതെ കൂടുന്നു, ഭയങ്കരമായി മെലിഞ്ഞു വരുന്ന ഒരു കണ്ടീഷനാണ് ഈ ഹൈപ്പർ തൈറോയിഡിസം വന്നവരിൽ ഉണ്ടാവുന്നത്. അത് നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും വളരെ മോശമായിട്ട് എഫക്ട് ചെയ്യും. ഓക്കെ, ഇനി ആറാമത്തെ ഗ്ലാൻഡ് ആണ് നമ്മുടെ തൈമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ്. അപ്പൊ തൈമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ് മിസ് നേരത്തെ ഒന്ന് തെറ്റിച്ച് പറഞ്ഞ ഗ്ലാൻഡ്. എന്താണ്? നമ്മുടെ ആ ഒരു ഹോർമോൺ അല്ലെ, നമുക്കൊരു യുവത്വം നിലനിർത്തുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തൈമസ് ഗ്ലാൻഡ് ആണ്. അപ്പൊ തൈമോസിൻ എന്ന് പറയുന്നതാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ് ചെയ്യുന്നത്? തൈമോസിൻ എന്ന് പറയുന്നത് നമ്മുടെ ലിംഫോസൈറ്റ്സിന്റെ ഒക്കെ, അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നതും കൂടിയാണ് നമ്മുടെ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഒക്കെ തരുന്നത് നമ്മുടെ തൈമസ് ഗ്ലാൻഡ് ആണ്. അത് ഏകദേശം ഇവിടെ ആയിട്ടാണ്, നമ്മുടെ ബ്രസ്റ്റ് ബോണിന്റെ ബാക്കിലായിട്ടാണ് തൈമസ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ആൻഡ് നമ്മുടെ ഞാൻ പറഞ്ഞ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ലിംഫോസൈറ്റ്സിന്റെ ഒക്കെ അതിന്റെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാലേ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് കുറച്ചൊരു അഡൽട്ട് സ്റ്റേജ് കഴിഞ്ഞ് പ്രായമായവരിൽ എത്തുമ്പോഴത്തേക്ക് ഇത് ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് നമുക്കറിയാം പ്രായമായവരിൽ എന്ത് കുറവായിരിക്കും? ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും കമ്പയർഡ് ടു യങ്ങർ പീപ്പിൾ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി അത് അടുത്തായിട്ട് വരുന്നതാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അഡ്രീനൽ ഗ്ലാൻഡ് തന്നെ നമുക്ക് രണ്ട് റീജിയൻസ് ആണ് അഡ്രീനൽ ഗ്ലാൻഡിനുള്ളത്. ഒന്നൊരു ഔട്ടർ റീജിയൻ ഉണ്ട്, ഒന്നൊരു ഇന്നർ റീജിയൻ ഉണ്ട് അല്ലെ. അപ്പൊ അഡ്രീനൽ കോർട്ടെക്സ് എന്ന് പറയുന്നതാണ് ഔട്ടർ റീജിയൻ എന്ന് പറയുന്നത് അല്ലെ. ഔട്ടർ കോർട്ടെക്സ് ആണ് ഇന്നർ മെഡുല്ല എന്നല്ലേ. അപ്പൊ ഔട്ടർ റീജിയനിൽ 3 ലേയേഴ്സ് ആണുള്ളത്. ഈ 3 ലേയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. യെസ്, സോണ ഗ്ലോമറുലോസ എന്ന് പറയുന്നതാണ് ഏറ്റവും ഔട്ടർ ലെയർ. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് അല്ലെങ്കിൽ നടുക്കായിട്ട് വരുന്നതാണ് സോണ ഫെസിക്കുലേറ്റ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലാണ് സോണ റെറ്റിക്കുലാരിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ലേയേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുക, വിച്ച് ഇസ് അഡ്രിനൽ കോർട്ടെക്സിന്റെ ആണ് ഈ 3 ലേയേഴ്സും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 ടൈപ്പ് ഓഫ് കോർട്ടിക്കോയിഡ്സ് ആണ്, അതായത് കോർട്ടിസോൾ ഹോർമോൺസ് ആണ്. ഒന്ന് മിനറലോ കോർട്ടിക്കോയിഡ്സ്, 2 ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. ഈ 2 ടൈപ്പ് ഓഫ് ഹോർമോൺസ് ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ മിനറലോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് സോണ ഗ്ലോമറുലോസ റിലീസ് ചെയ്യുന്നതാണ്. 3 ലേയേഴ്സ് പറഞ്ഞില്ലേ, അതിനകത്ത് ഒരു ലെയർ ആണ് സോണ ഗ്ലോമറുലോസ എന്ന് പറയുന്നത്. അത് റിലീസ് ചെയ്യുന്നതാണ് ഈ മിനറലോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്ന ഹോർമോൺ. അതെന്താണ് ചെയ്യുന്നത്? റെഗുലേറ്റ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡിയിലെ വാട്ടർ ഇലക്ട്രോലൈറ്റ്സ് ബാലൻസിങ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആൽഡോസ്റ്റിറോൺ ഇല്ലേ, ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒരു മിനറലോ കോർട്ടിക്കോസോയിഡ് ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ആൻഡ് നമ്മുടെ ആ ഒരു റീഅബ്സോർപ്ഷൻ, നമ്മുടെ റീനൽ റീഅബ്സോർപ്ഷൻ ഉണ്ടല്ലോ, അത് Na+നെ വാട്ടറിനെ ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അതിന്റെ റീഅബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിനെ ഒക്കെ റീഅബ്സോർബ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത്? യെസ്, നമുക്കറിയാം ആൽഡോസ്റ്റിറോൺ ആണ് ചെയ്യുന്നത്. അതിന് നമ്മൾ റാസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചല്ലേ, റാസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിലേക്കാണ്. രണ്ടാമത്തെ ടൈപ്പാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? കോർട്ടിസോൺ ആണ് ഇതിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ് ചെയ്യുന്നത്? ഗ്ലൂക്കോ നിയോജനസിസ്, ലിപ്പോലൈസിസ് ആൻഡ് പ്രോട്ടിയോലൈസിസ്. ഇതൊന്നും കണ്ട് പേടിക്കണ്ട.
ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ ആണ്. ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ലിപ്പോലൈസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോട്ടിയോലൈസിസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. അപ്പൊ ഈ 3 പ്രോസസ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. അതുപോലെ തന്നെ അമിനോ ആസിഡ്സിന്റെ ആ ഒരു അപ്ടേക്കിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സെല്ലുലാർ അപ്ടേക്കിനെ യൂട്ടിലൈസേഷനെ ഒക്കെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നതും ആരാണ്? ഗ്ലൂക്കോകോർട്ടിക്കോസോയിഡ് ആണ്. ഇനി അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ, കിഡ്നി ഫംഗ്ഷനെ, RBCന്റെ പ്രൊഡക്ഷനെ, ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിനെ ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ സപ്രസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇതെല്ലാമാണ് നമ്മുടെ കോർട്ടിസോൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു ഡിസോർഡർ പറയാനുള്ളത് അഡിസൺസ് ഡിസീസ് എന്നുള്ളതാണ്. അതായത് ഹൈപ്പോ സെക്രീഷൻ മീൻസ് കുറച്ച് സെക്രീറ്റ് ചെയ്താൽ, കുറവാണ് സെക്രീഷൻ എങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈപ്പോ സെക്രീഷൻ എന്ന് വിളിക്കുന്നത്. അഡ്രിനൽ കോർട്ടക്സിന്റെ ഹൈപ്പോ സെക്രീഷൻ ആണ് ഈ അഡിസൺസ് ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതെന്താ ഉണ്ടാക്കുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുക എന്നറിയോ? നമ്മുടെ ബോഡി വല്ലാതെ ക്ഷീണിക്കും. അതായത് ക്ഷീണം എന്ന് പറഞ്ഞാൽ വളരെയധികം നമ്മുടെ ആക്ടിവിറ്റീസ് ഒന്നും മര്യാദയ്ക്ക് നടക്കില്ല, ഭയങ്കരമായ ഫെറ്റീഗ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അതാണ് നമ്മുടെ അഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി അടുത്ത് വരുന്നത് അഡ്രിനൽ മിഡിൽ. ഇപ്പൊ നമ്മൾ കോർട്ടക്സ് റീജിയനിൽ നമ്മുടെ മിനറലോ കോർട്ടിക്കോയിഡും ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിന്റെയും കാര്യം പറഞ്ഞു. ഇനി അഡ്രിനൽ മിഡിലിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് നോക്കാം. യെസ്, നമ്മുടെ എമർജൻസി ഹോർമോൺസ് ആയിട്ടുള്ള ഏതൊക്കെയാണത്? യെസ്, അഡ്രിനാലിൻ അല്ലെങ്കിൽ അതിന് തന്നെയാണ് എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു പാമ്പ് മുന്നിൽ വരുന്നു അല്ലെങ്കിൽ ഒരു പട്ടി ഓടിക്കുന്നു, അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ ഭയങ്കരമായി ടെൻഷൻ അടിച്ച് വേർത്ത് ആ ഒരു സിറ്റുവേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. അതിന് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? കാറ്റക്കോളമൈൻസ് എന്നാണ് നമ്മൾ അതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര്. അപ്പൊ ഈ കാറ്റക്കോളമൈൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? സോറി, അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ ആണ് കാറ്റക്കോളമൈൻസ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇത് സെക്രീറ്റ് ചെയ്യുന്നത് സ്ട്രെസ് ആയിട്ടുള്ള സമയത്താണ് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിലാണ് ഈ ഒരു ഹോർമോൺസ് റിലീസ് ആവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താണ്? ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നും കൂടെ പറയും കേട്ടോ. ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നും നമ്മൾ ഈ ഹോർമോൺസിനെ വിളിക്കും. എമർജൻസി ഹോർമോൺസ് എന്നും വിളിക്കും. അതുപോലെ തന്നെ ഇത് എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മുടെ റെസ്പിറേഷൻ റേറ്റ്, ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യും, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാലോ, നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ നെഞ്ചൊക്കെ ഇങ്ങനെ പടപടാന്നിരിക്കില്ലേ, അതുപോലെ തന്നെ ഭയങ്കരമായി വേർത്തൊഴുകില്ലേ, ഇതൊക്കെയാണ് ഈ ഒരു ഹോർമോൺസ് റിലീസ് ആവുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ പാൻക്രിയാസിലേക്കാണ്. പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ ബോത്ത് ഡക്റ്റും ഡക്ട്ലെസ്സും ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ്. അതായത് നമുക്ക് എക്സോക്രൈനിലും എൻഡോക്രൈനിലും ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കും? ഹെറ്ററോക്രൈൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അവിടെ പാൻക്രിയാറ്റിക് ജ്യൂസ് ഒക്കെ ഉണ്ടാവും. നമുക്കറിയാം, നമ്മുടെ ആ ഒരു ഡൈജഷന് വേണ്ടിയിട്ടാണ് ഈ പാൻക്രിയാറ്റിക് ജ്യൂസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മക്കളെ നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പാൻക്രിയാസിന്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ആ ഒരു റീജിയൻ ആണ് പഠിക്കാനുള്ളത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ ആൽഫ സെൽസും അതുപോലെ തന്നെ ബീറ്റ സെൽസും കേട്ടോ. അപ്പൊ ആൽഫയും ബീറ്റയും ഇങ്ങനെ 2 ടൈപ്പ് സെൽസ് ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ഉണ്ടാവുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയോ. ആൽഫ എന്താ മക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കഗൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബീറ്റ ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബീറ്റ ഓൾവേസ് പ്രൊഡ്യൂസ് ഇൻസുലിൻ ഹോർമോൺ. ഓക്കെ, അപ്പൊ ഈ ഗ്ലൂക്കഗൺ എന്താ ചെയ്യുന്നത്? ലിവർ സെൽസ്, നമ്മുടെ ഹെപ്പാറ്റോസൈറ്റ്സിൽ അവിടെ പോയി ആക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറവാണെങ്കിൽ അവിടെ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാനാണ് നമ്മുടെ ഈ ഗ്ലൂക്കഗൺ വരുന്നത്. ഓക്കെ, അപ്പൊ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ് ഗ്ലൂക്കഗൺ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഹൈപ്പർ ഗ്ലൈസീമിക് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ ലെവലിനെയാണ് പറയുന്നത്. അപ്പൊ അത് കൂട്ടുന്ന ആളാണ് ഗ്ലൂക്കഗൺ എങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇൻസുലിൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയൊക്കെയാണ് അവർ ഹൈപ്പർ ഗ്ലൈസീമിക് ആക്കുന്നത് നോക്കിയോ. സ്റ്റിമുലേറ്റിംഗ് ഗ്ലൈക്കോജനോലൈസിസ്, അതായത് ഗ്ലൈക്കോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്ലൂക്കോനിയോജനസിസ്, അതായത് ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ റെഡ്യൂസിംഗ് ദ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ബൈ സെൽസ്, അതായത് സെൽസ് ഇത് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയുന്നത്. അപ്പൊ അവരോട് ബ്ലഡ് ഗ്ലൂക്കോസ് ഇപ്പൊ തൽക്കാലം എടുക്കല്ലേ എന്ന് പറഞ്ഞ് നിർത്തുന്ന ആളാണ് നമ്മുടെ ഗ്ലൂക്കഗൺ എന്ന് പറയുന്നത്.
ഇനി ഇൻസുലിൻ എന്താ മക്കളെ ചെയ്യുന്നത്? നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവര് എന്താണ് നമ്മുടെ അഡിപ്പോസൈറ്റ്സിൽ അതുപോലെ ഹെപ്പാറ്റോസൈറ്റ്സിലൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്. അത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ലോവർ ചെയ്യിക്കുകയാണ്. അതായത് സെൽസിനോട് വേഗം ഗ്ലൂക്കോസിനെ നീ എടുത്തോളൂ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഹൈപ്പോഗ്ലൈസീമിക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇൻസുലിനും ഗ്ലൂക്കോസും ചേർന്നിട്ടാണ് എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിന്റെ ഹോമിയോസ്റ്റാസിസ്, അതായത് ആ ഗ്ലൂക്കോസിന്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ ഡിസോർഡർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണെങ്കിൽ ഇവിടെ വരുന്ന ഏതാണ്? ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറയുന്ന ഡിസീസ് ആണ്. എന്താണ് ഇവിടെ? ലാക്ക് ഓഫ് ഗ്ലൂക്കോസ് ലാക്ക് ഓഫ് ഇൻസുലിൻ ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഇൻസുലിൻ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എപ്പോഴും അപ്പായിട്ടിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടി തന്നെ നിൽക്കും അല്ലെ. നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ എപ്പോഴും ഹൈപ്പർ ഗ്ലൈസീമിലേക്ക് നിൽക്കും. അതുപോലെ തന്നെ അവിടെ വരുന്ന കണ്ടീഷൻസ് ആണ് ഗ്ലൈക്കോസോ യൂറിയ എന്ന് പറയുന്നത്. യൂറിനിലൂടെ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ഹാർംഫുൾ കീറ്റോൺ ബോഡീസിനെയൊക്കെ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നത്, ഇതെല്ലാം ഡയബറ്റിസ് മെലിറ്റസിന്റെ സൈഡ് എഫക്ട്സ് ആണെന്ന് നമുക്ക് പറയാം. ഇൻസുലിൻ തെറാപ്പിയാണ് അതിന്റെ ഒരു നമുക്കൊരു അസുഖത്തിനൊരു ഇതായിട്ട് കൊടുക്കാൻ പറ്റുക. അതായത് നമ്മുടെ പ്രായമായതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുന്ന കാണത്തില്ലേ, അതാണ് നമ്മൾ ഇൻസുലിൻ തെറാപ്പി എന്ന് പറയുന്നത്. അതാണ് ഡയബറ്റിസ് മെലിറ്റസ് വന്നാൽ ഒരു ചികിത്സ. അല്ലെങ്കിൽ ടാബ്ലറ്റ് എടുക്കുന്നവരുണ്ട്, പക്ഷേ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ളത് ഇൻസുലിൻ തെറാപ്പിയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ടെസ്റ്റിസിലോട്ടാണ്. ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽസിൽ കാണപ്പെടുന്നതാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അത് പുറത്താണല്ലേ, ബോഡിയുടെ പുറത്താണ് ഉണ്ടാവുന്നത് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ദ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിംഗ് സെൽസ് എന്ന് പറയുന്നത് കേട്ടോ. അതൊരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. അവിടെയാണ് നമ്മുടെ മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസ്, മെയിൻലി ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? ലേഡിംഗ് സെൽസിലാണ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ടും അത് ഓർത്ത് വെക്കുക, ഏത് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ടെസ്റ്റിസിന്റെ പിക്ചർ, അല്ലെങ്കിൽ ആ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഇതില് ടെസ്റ്റോസ്റ്റിറോണിന്റെ അല്ലെങ്കിൽ ആൻഡ്രോജൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് നോക്കാം അല്ലെ. നമുക്ക് എന്താണ്? സെക്കൻഡറി മെച്ചുറേഷൻ ഓഫ് മെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസിന്റെ മെച്ചുറേഷൻ ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും സ്പെമാറ്റോജെനസിസ് അല്ലെങ്കിൽ സ്പേംസിന്റെ ഫോർമേഷൻ ആണ് ആര് ചെയ്യുന്നത്? ടെസ്റ്റോസ്റ്റിറോൺ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ലിബിഡോ എന്ന് പറയുന്ന സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് നന്നായിട്ടുണ്ടെങ്കിലാണ് മെയിൽ സെക്ഷൽ ബിഹേവിയർ ഒക്കെ നന്നാവുള്ളൂ. ഓക്കെ, ലിബിഡോ നന്നായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മസ്കുലർ ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ആൻഡ് ആക്സിലറി ഹെയർ, അഗ്രസീവ്നെസ്, ലോ പിച്ച് വോയിസ്, ഇതെല്ലാം ആരാണ് മക്കളെ? നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ചെയ്യുന്നത്, അവരുടെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്കറിയാം ഫീമെയിൽസിൽ ആരാണുള്ളത്? ഓവറി ആണ് നമ്മുടെ ടെസ്റ്റിസിന് പകരമായിട്ടുള്ളത്. നമുക്ക് ഒരു പെയർ ഓഫ് ഓവറി ആണുള്ളത് അല്ലെ. അതായത് രണ്ട് സൈഡിലായിട്ട് രണ്ട് ഓവറീസ് ആണുള്ളത്. അബ്ഡോമിനൽ റീജിയനിലാണ് ഉണ്ടാവുന്നത്. ഫോളിക്കിൾസ് ആണല്ലേ, ഓവേറിയൻ ഫോളിക്കിൾസ് ആണുള്ളത്. ആ ഫോളിക്കിൾസ് ആണ് നമ്മുടെ മെച്ചുർ ആയിട്ട് ഒരു ഓവമായിട്ട് മാറുന്നത്. അപ്പൊ അവിടെ വരുന്ന പ്രധാനമായിട്ടുള്ള ഹോർമോൺ ആണ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെ. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺസ് നമ്മുടെ ഈ ഓവേറിയൻ ഫോളിക്കിൾ, നമുക്കറിയാം ഓവുലേഷൻ വരുന്ന സമയത്താണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകമായിട്ടുള്ള ഓവംസ് ഉണ്ടാവുന്നത്. ആ റപ്ചേർഡ് ഓവേറിയൻ ഫോളിക്കിൾസ് എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് കൺവേർട്ടഡ് ആവും കേട്ടോ. കോർപ്പസ് ലൂട്ടിയം ആയിട്ട് കൺവേർട്ടഡ് ആവും. ഇത് എന്ത് സെക്രീറ്റ് ചെയ്യുമെന്ന് അറിയാമോ? പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. അത് നമ്മുടെ പ്രഗ്നൻസിക്ക് വളരെ അധികം ഗുണം ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. പ്രൊജസ്റ്റിറോൺ പ്രഗ്നൻസി എന്ന് നിങ്ങൾ ഒന്ന് എന്താ പറയാ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി ഈസ്ട്രജൻ എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഹൈ പിച്ച് വോയിസ്, അതുപോലെ തന്നെ സെക്ഷൽ ബിഹേവിയർ ഓഫ് ഫീമെയിൽ, ഇതെല്ലാം നമ്മുടെ ഈസ്ട്രജൻ ആണ് ചെയ്യുന്നത്. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് സപ്പോർട്ട് പ്രഗ്നൻസി. അപ്പൊ പി അല്ലെ, പി എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർത്താൽ പ്രൊജസ്ട്രോണും പ്രഗ്നൻസിയും PR അല്ലേ ഫസ്റ്റ് വരുന്നത്, അങ്ങനെ നിങ്ങൾ ഓർക്കുക. പ്രൊമോട്ട് ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻസിന്റെ, അതായത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടി മാമറി ഗ്ലാൻസ് ഒക്കെ ഡെവലപ്പ് ആകണം, അതൊക്കെ ഗ്രോ ചെയ്യണം. അതെല്ലാം ആരാണ് ചെയ്യുന്നത്? ഈ ഒരു പ്രൊജസ്റ്റിറോൺ ആണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇത്രയുമാണ് നമ്മുടെ
ആ മെയിൻ ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി വരുന്നുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ, അതായത് നമ്മുടെ ഹാർട്ട്, കിഡ്നി, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? യെസ്, നമ്മുടെ കുറെ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ ഹാർട്ട് മെയിൻ ആയിട്ട് റിലീസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ANF അല്ലെങ്കിൽ ആട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഹാർട്ടിന്റെ ഏട്രിയത്തിലാണ് ഈ ഉണ്ടാവുന്നത് ഈ ഒരു ഹോർമോൺ. അതെന്താ ചെയ്യുന്നത്? യെസ്, ഇതൊരു വാസോ ഡയലേറ്റർ ആണ് കേട്ടോ. വാസോ ഡയലേറ്റർ ആണ്. നമുക്കറിയാം വാസോ കൺസ്ട്രിക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ADH പഠിച്ചിട്ടുണ്ട്, ആൽഡോസ്റ്റിറോൺ ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു വാസോ ഡയലേറ്റർ ആണ്. അതായത് ബ്ലഡിന്റെ ആ ഒരു പ്രഷർ കുറയ്ക്കുന്ന ആളാണ് ഈ ANF എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് കിഡ്നീസ് എന്താണ് റിലീസ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്? എരിത്രോപോയറ്റിൻ എന്ന് പറയുന്നതാണ് സെക്രീറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? RBCന്റെ ഫോർമേഷൻ. അതായത് എരിത്രോപോയസിസ് ആണ് RBCന്റെ ഫോർമേഷൻ നമ്മൾ വിളിക്കുന്ന പേര്. ആ എരിത്രോപോയസിസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ എരിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ആ സെൽസ്. അല്ലെങ്കിൽ JG സെൽസ് ഉണ്ടല്ലോ, ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ്, JGA എന്ന് പറയും, ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിഡ്നിയുടെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള അതേ സെയിം സെല്ലാണ് കേട്ടോ ഇവിടെ വരുന്നത്. അതാണ് നമ്മുടെ എരിത്രോപോയറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത്. എരിത്രോപോയസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് അടുത്തതായിട്ട് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് ആണ്. അതെന്തൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുന്നത് നോക്കിയോളൂ. ഗ്യാസ്ട്രിക് സെക്രീറ്റിൻ, കോളിസിസ്റ്റോകൈനിൻ അല്ലെങ്കിൽ CCK എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് GIP എന്ന് പറയുന്ന ഇത്രയും ഹോർമോൺസ് ആണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, അതായത് നമ്മുടെ ആ ഒരു സ്റ്റൊമക്കും ഇൻഡസ്റ്റൈനും ഒക്കെ ആയിട്ട് റിലീസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, നമ്മുടെ ആ ഒരു ഡൈജഷൻ, അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ആ പ്രോസസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇവിടെ നമ്മുടെ ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് HCl-ഉം പെപ്സിനോജനും ഉണ്ടാക്കുന്നതാണ് അല്ലെ, സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സെക്രീറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാൻക്രിയാറ്റിക് വാട്ടറും ബൈകാർബണേറ്റ് അയോൺസിന്റെയും ആ ഒരു പാൻക്രിയാസിലേക്കുള്ള സെക്രീഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. യെസ്, കോളിസിസ്റ്റോകൈനിൻ എന്ന് പറഞ്ഞാൽ ഇത് പാൻക്രിയാസിൽ ആക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഗോൾ ബ്ലാഡറിലും, പാൻക്രിയാസിലും ഗോൾ ബ്ലാഡറിലും കൂടെ ആക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ദ സെക്രീഷൻ ഓഫ് പാൻക്രിയാറ്റിക് എൻസൈംസ് ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഇതൊക്കെയാണ് ആര് ചെയ്യുന്നത്? കോളിസിസ്റ്റോകൈനിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ സെക്രീഷനെയും ആ ഒരു മൊബിലിറ്റിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ ഇവിടെ ഗ്രോത്ത് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? സെവറൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആർ ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ ദ നോൺ എൻഡോക്രൈൻ ടിഷ്യൂസ്. അതായത് ഈ നമ്മളിപ്പോ പറഞ്ഞ എക്സോക്രൈൻ ടിഷ്യൂസ് ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സും റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് ടിഷ്യൂന്റെ റിപ്പയറിംഗ്, റീജനറേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു സെല്ല് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്ത് പുതിയ സെൽസ് റീജനറേറ്റ് ചെയ്യണം അല്ലെ, അതിനൊക്കെ ഈ ഒരു നമ്മുടെ എക്സോക്രൈൻ ഗ്ലാൻഡ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹോർമോൺ ആക്ഷന്റെ ടേബിൾ ആണ്. നമ്മുടെ പെപ്റ്റൈഡ് ഹോർമോൺസ് വരുന്ന ഏതൊക്കെയാണ്? ഇൻസുലിൻ, ഗ്ലൂക്കഗൺ, പിറ്റ്യൂട്ടറി ഹോർമോൺ, ഹൈപ്പോതലാമിക് ഹോർമോൺസ് ഒക്കെയാണ് നമ്മുടെ പെപ്റ്റൈഡ് ഹോർമോൺസിൽ വരുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഹോർമോൺ ആണ് സ്റ്റിറോയിഡ് ഹോർമോൺ. നമ്മൾ സ്റ്റിറോയിഡ് കുത്തിവെക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതിൽ വരുന്നതാണ് നമ്മുടെ കോർട്ടിസോൾ, ടെസ്റ്റോസ്റ്റിറോൺ, എസ്ട്രാഡയോൾ, അത് തന്നെ ഈസ്ട്രജന്റെ വേറൊരു പേരാണ്, ആൻഡ് നമ്മുടെ പ്രൊജസ്ട്രോൺ. ഇതൊക്കെയാണ് സ്റ്റിറോയിഡ് ഹോർമോണിൽ വരുന്നത്. പിന്നെ അയഡോ തൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഹോർമോൺ T3, T4 ആൻഡ് TCT എന്ന് പറയുന്നതാണ് വരുന്നത്. പിന്നെ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ് എപ്പിനെഫ്രിൻ ഒക്കെ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മുടെ ആ ഒരു സെല്ല്, നമുക്കറിയാം നമ്മുടെ സെല്ലുകൾ തമ്മിലുള്ള ആ ഒരു ഇതാണ് നമ്മുടെ ഇത് ചെയ്യുന്നത് നമുക്കറിയാം, ഹോർമോൺസ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ ടാർഗറ്റ് ടിഷ്യൂസിലേക്ക് അല്ലെങ്കിൽ ടാർഗറ്റ് സെൽസിലോട്ട് എത്തുന്നത് നോക്കാം. രണ്ട് ടൈപ്പാണ് നമുക്ക് അവിടെ ഉള്ളത്. ഒന്ന് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സും ഒന്ന് എന്താണ് നമ്മുടെ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ആ ഹോർമോണിന്റെ ആക്ഷൻ ഉള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാം പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടല്ലേ നമ്മുടെ സെൽസിന്. ആ പ്ലാസ്മ മെംബ്രെയിനിലാണ് ഈ നമ്മുടെ ഹോർമോണിനെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റർ ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഹോർമോൺ അവിടെ റിസീവ് ചെയ്യുന്നു. അതിനുശേഷം അവർ സെക്കൻഡറി മെസ്സഞ്ചേഴ്സിനെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഒരു സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ സെക്കൻഡറി മെസ്സഞ്ചർ ആണ് നമ്മുടെ ആ ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഒക്കെ ചെയ്യുന്നത്. സെക്കൻഡറി മെസ്സഞ്ചേഴ്സിന്റെ എക്സാമ്പിൾ ആണ് സൈക്ലിക് AMP, കാൽഷ്യം അയോൺസ് ഒക്കെ സെക്കൻഡറി മെസ്സഞ്ചർ ആണ്. അപ്പം ഇവിടെ ആദ്യം എന്ത് ചെയ്യും? ഹോർമോൺ പോയി ആ നമ്മുടെ സെല്ല്, നമ്മുടെ ബൗണ്ടറിയിലുള്ള ആ ഒരു മെംബ്രെയിനിലുള്ള ഇതിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അവിടെ നിന്ന് റെസ്പോൺസ് കിട്ടിയിട്ട് സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് നേരെ എങ്ങോട്ട് ചെയ്യും? ബയോ കെമിക്കൽ റെസ്പോൺസസ് ഉണ്ടാക്കും. അതായത് DNA ആണെങ്കിലും RNA ആണെങ്കിലും ഒക്കെ ആ ഒരു റെസ്പോൺസസ് ഉണ്ടാക്കും.
ഇനി അടുത്തതാണ് നമ്മുടെ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ്. നമുക്കറിയാം ആ ഒരു ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ് സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിന്റെ അകത്താണ് ആ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസിന്റെ അകത്തേക്ക് ഈ ഹോർമോൺ എത്തിക്കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്നു ആൻഡ് അവിടെ നമ്മുടെ ജീനോമിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നു. ഫിസിയോളജിക്കൽ റെസ്പോൺസ് അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് അവിടെ വരുത്തേണ്ടത് അത് അവിടെ വരുത്തുന്നു. ഇങ്ങനെ 2 ടൈപ്പായിട്ടാണ് നമുക്ക് റിസപ്റ്റേഴ്സ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നിയാലും ഇതിൽ ഒന്നുമില്ല, നമ്മുടെ ആ ഒരു 10 മെയിൻ ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെ, ആ എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അവിടെ വരുന്നിട്ട് കുറച്ച് ഡിസീസസ് അല്ലെങ്കിൽ അതിന്റെ ഹൈപ്പോ സെക്രീഷൻ ഹൈപ്പർ സെക്രീഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി പിന്നെ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് എക്സോക്രൈൻ ഗ്ലാൻസും ആ നമ്മുടെ ഹോർമോണിന്റെ ആക്ഷൻ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നന്നായിട്ട് തറവായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.